നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് ഓഷ്യൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നും അയോഗ്യനാക്കിയതിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി വെള്ളാപ്പള്ളി നടേശൻ. തുടർച്ചയായി റിട്ടേൺ സമർപ്പിച്ചില്ല എന്ന സിംഗിൾ ബെഞ്ചിന്റെ കണ്ടെത്തലിൽ തെറ്റുണ്ടെന്നും അയോഗ്യത നിലനിൽക്കില്ലെന്നും വെള്ളാപ്പള്ളി. അപ്പീൽ അടിയന്തരമായി പരിഗണിക്കണമെന്ന വെള്ളാപ്പള്ളിയുടെ ആവശ്യം ഹൈക്കോടതി തള്ളി. ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസ് പ്രതി സന്ദീപ് കുറ്റക്കാരനാണെന്ന് കോടതി. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയാണ് സന്ദീപ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത്. ശിക്ഷ വ്യാഴാഴ്ച. തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ച UDF. കൊല്ലത്ത് ബിന്ദു കൃഷ്ണയുടെ റോഡ് ഷോ, പത്തനാപുരത്ത് പ്രചാരണം തുടങ്ങി ജ്യോതികുമാർ ചാമക്കാല. ചവറയിൽ ഷിബു ബേബി ജോണിന് സ്വീകരണം. കോൺഗ്രസ് വിട്ട് BJPയിൽ ചേർന്ന തൊടിയൂർ രാമചന്ദ്രന് സ്വീകരണം. BJP കരുനാഗപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം. താൻ ആരുടെയും പെട്ടിതൂക്കി നേതാവായ ആളല്ലെന്ന് തൊടിയൂർ രാമചന്ദ്രൻ. വിശദമായ വാർത്തകളിലേക്ക്. SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നും അയോഗ്യനാക്കിയതിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി വെള്ളാപ്പള്ളി നടേശൻ. തുടർച്ചയായി റിട്ടേൺ സമർപ്പിച്ചില്ല എന്ന സിംഗിൾ ബെഞ്ചിന്റെ കണ്ടെത്തലിൽ തെറ്റുണ്ടെന്നും അതുകൊണ്ട് അയോഗ്യത നിലനിൽക്കില്ല എന്നുമാണ് അപ്പീലിലെ വെള്ളാപ്പള്ളിയുടെ വാദം. ഇതേസമയം അപ്പീൽ അടിയന്തരമായി പരിഗണിക്കണമെന്ന വെള്ളാപ്പള്ളിയുടെ ആവശ്യം ഹൈക്കോടതി തള്ളി. SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കിയതിനെതിരെ ഹൈക്കോടതിയിൽ വെള്ളാപ്പള്ളി നടേശൻ അപ്പീൽ നൽകി. തുടർച്ചയായി റിട്ടേൺ സമർപ്പിച്ചില്ല എന്ന സിംഗിൾ ബെഞ്ചിന്റെ കണ്ടെത്തലിൽ തെറ്റുണ്ടെന്നും അതുകൊണ്ട് അയോഗ്യത നിലനിൽക്കണമെന്നുമാണ് അപ്പീലിൽ വെള്ളാപ്പള്ളി വാദിച്ചത്. എന്നാൽ അപ്പീൽ അടിയന്തരമായി പരിഗണിക്കണമെന്ന വെള്ളാപ്പള്ളിയുടെ ആവശ്യം ഹൈക്കോടതി തള്ളി. അപ്പീൽ അടിയന്തരമായി പരിഗണിക്കേണ്ട സാഹചര്യമില്ലെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റേതാണ് നിലപാട്. സ്ഥാനത്ത് നിന്ന് നീക്കിയ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെയായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ അപ്പീൽ നൽകിയത്. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ വെള്ളാപ്പള്ളി ഡിവിഷൻ ബെഞ്ചിലാണ് അപ്പീൽ സമർപ്പിച്ചത്. സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകർ ഉൾപ്പെടെ SNDPക്ക് വേണ്ടി ഹാജരായി. സിംഗിൾ ബെഞ്ച് ഉത്തരവ് നിയമവിരുദ്ധവും അധികാരപരിധിക്ക് പുറത്തുള്ളതുമാണെന്നാണ് വെള്ളാപ്പള്ളിയുടെ വാദം. ന്യൂസ് ഡെസ്ക്. കൊല്ലം മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ബിന്ദു കൃഷ്ണ പ്രചാരണം ആരംഭിച്ചു. റോഡ് ഷോയോടെയാണ് പ്രചാരണം ആരംഭിച്ചത്. DCC ഓഫീസിൽ നിന്നുമായിരുന്നു പ്രചാരണത്തിന് തുടക്കം കുറിച്ചത്. കൊല്ലം മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ബിന്ദു കൃഷ്ണ റോഡ് ഷോയോടെയാണ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചത്. DCC ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രചാരണം DCC പ്രസിഡന്റ് P. രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥി കേരളത്തിൽ നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി സാങ്കേതികമായ വിജയത്തിൽ 10 വർഷക്കാലം നമ്മുടെ സംസ്ഥാനം ഭരിച്ചു മുടിച്ച സമസ്ത മേഖലകളെയും തകർത്ത ജനജീവിതം ദുസ്സഹമാക്കിയ ഈ സർക്കാർ മാറണം എന്ന് കേരളത്തിൽ നിങ്ങൾ ആഗ്രഹിക്കും. മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് എത്രയോ നേതാക്കൾ അവരുടെ ജീവിതകാലം മുഴുവൻ പാർട്ടിക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കുവാൻ, കുടിപിടിക്കുവാൻ, പോസ്റ്ററൊട്ടിക്കുവാൻ കുഞ്ഞ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ, സമുന്നതരായ നേതാക്കന്മാർ കേരളത്തിലെമ്പാടും കോൺഗ്രസിലേക്ക് കടന്നു വരികയാണ്. കുറെ ആളുകൾ BJPയിലേക്ക് പോവുകയാണ്. മാർക്സിസ്റ്റ് പാർട്ടി തകർച്ചയുടെ ഈ നിർഭരം അവസാനിക്കും. ഞങ്ങൾ ബിന്ദുകൃഷ്ണയെ കൊല്ലം അസംബ്ലി നിയോജകമണ്ഡലത്തെ സ്ഥാനാർത്ഥിയായി ഇവിടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാം. എന്നെ കേൾക്കുന്ന സുഹൃത്തുക്കളോട് ഞാൻ അവരുടെ വിശദീകരിക്കുന്നു. രാഷ്ട്രീയ ജീവിതം രാജ്യത്തിന് വേണ്ടി അർപ്പിച്ച 24 മണിക്കൂറും പൊതുപ്രവർത്തനത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ച ഒരു ജീവിതത്തിന്റെ ഉടമയാണ് അഡ്വക്കേറ്റ് ബിന്ദുകൃഷ്ണ. ഈ തെരഞ്ഞെടുപ്പിൽ അവർ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു വരുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. DCC ഓഫീസിൽ നിന്നും ആരംഭിച്ച റോഡ് ഷോ ചിന്നക്കട ബീച്ച് റോഡ് വഴി മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ പര്യടനം നടത്തി. പ്രിയപ്പെട്ട സാരഥി ബിന്ദു കടന്നു വരികയാണ്. ഐക്യജനാധിപത്യങ്ങളുടെ ആകാശമെല്ലാം കടന്നു വരികയാണ്. കൈപ്പത്തി അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തി
ആശ്രമം ലിങ്ക് റോഡിലാണ് പര്യടനം സമാപിച്ചത്. മേയർ AK ഹഫീസ്, UDF നേതാക്കളായ ഉണ്ണികൃഷ്ണൻ പ്രതാപൻ, കുരീപ്പുഴ മോഹനൻ, തേവള്ളി സുനിൽ തുടങ്ങിയവർ പങ്കെടുത്തു. കഴിഞ്ഞ 5 വർഷക്കാലത്തിന് മുമ്പ് 2021 മെയ് മാസത്തിൽ അന്ന് നടന്ന തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് അറിഞ്ഞപ്പോൾ നേരിയ പരാജയത്തിൽ ഇവിടെ നിന്ന് ജയിക്കാതെ വന്നപ്പോൾ അല്പം പോലും തളരാതെ നാളെ ഈ നാടിന് എല്ലാം ആയി ഒപ്പമുണ്ടാകും എന്ന സന്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച ബിൽഡിംഗ് ആൻഡ് റോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ INTUC ധർണ നടത്തി. പെൻഷൻ കുടിശ്ശിക നൽകുക, പെൻഷൻ വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. കുന്നത്തൂർ താലൂക്ക് ആശുപത്രിക്ക് മുന്നിലായിരുന്നു ധർണ സംഘടിപ്പിച്ചത്. ബിൽഡിംഗ് ആൻഡ് റോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ INTUC ആണ് കുന്നത്തൂർ താലൂക്ക് ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചത്. 18 മാസത്തെ പെൻഷൻ കുടിശ്ശിക നൽകുക, മറ്റു പെൻഷൻകാർക്ക് വർദ്ധിപ്പിച്ചതുപോലെ നിർമ്മാണ തൊഴിലാളികൾക്ക് പെൻഷൻ 2000 രൂപയാക്കുക, വരിസംഖ്യയായി അടച്ച തുക തിരിച്ചു നൽകുക, മുടങ്ങിക്കിടക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത്. RSP സംസ്ഥാന പ്രസിഡന്റ് ഉല്ലാസ് കോവൂർ ധർണ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ വ്യത്യസ്ത ആശയധാരയുള്ളവർ ഞങ്ങളെ കേൾക്കുവാൻ, ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുവാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ ആവർത്തിക്കുന്നു, കഴിഞ്ഞ 18 മാസക്കാലമായി നമ്മൾ ജീവിച്ച ജീവിത സാഹചര്യം, നമ്മളുടെ മക്കളുടെ പഠനം, പൊതുവിപണിയിൽ നിത്യോപയോഗ സാധനങ്ങളുടെയും പലവ്യഞ്ജനങ്ങളുടെയും വിലക്കയറ്റത്തിൽ 1 രൂപ പെൻഷൻ കിട്ടാതെ നമ്മൾ അനുഭവിച്ച ബുദ്ധിമുട്ട്, അത് പറഞ്ഞാൽ ഭരണകൂടങ്ങൾക്ക് മനസ്സിലാകില്ല എന്നുള്ളത് അധികാരത്തിന്റെ ഉന്മാദാവസ്ഥയാണ്. നിർമ്മാണ തൊഴിലാളികൾക്ക് വേണ്ടി ഞങ്ങൾ നടത്തിയിട്ടുള്ള അനവധിയായിട്ടുള്ള കളക്ടറേറ്റ് മാർച്ചുകളും സമരങ്ങളും നമുക്കറിയാം. ബിൽഡിംഗ് ആൻഡ് റോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ എത്രയോ കാലങ്ങളായി സമൂഹത്തിൽ അരികുവൽക്കരിക്കപ്പെട്ട പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി നിരന്തരം പോരാട്ടത്തിൽ നിൽക്കുന്ന ഒരു സമര പ്രസ്ഥാനമാണ്. R ദേവരാജൻ, ചവറ ഹരീഷ്, മാരൂർ രാജൻപിള്ള, തുണ്ടൽ നൌഷാദ്, വൈ ജോൺ, കടപുഴ മാധവൻപിള്ള, ഷാജഹാൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. ആനയിടിയിൽ നിരവധി പേരെ തെരുവ് നായ ആക്രമിച്ചു. 3, 4 വാർഡുകളിലായിരുന്നു നായയുടെ ആക്രമണം. ഇവർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി. ശൂർനാട് വടക്ക് ഗ്രാമപഞ്ചായത്തിലെ 3, 4 വാർഡുകളിലായാണ് നിരവധി പേരെ തെരുവുനായ ആക്രമിച്ചത്. ബാത്റൂമിൽ പോയിട്ട് ഇങ്ങോട്ട് വരുമ്പോഴാണ് കുറെ കൂടെ ഒന്ന് പറ്റി പിടിക്കുന്നത്. ഞാൻ വീണ്, പിന്നെ കാലെ വിട്ടിട്ട് കടിച്ചു കഴിച്ചത്. എന്നിട്ട് ആശുപത്രിയിലൊക്കെ പോയോ? ശ്വാസം പോയി. എന്ത് പറഞ്ഞു ഡോക്ടർ? ഇഞ്ചക്ഷൻ എടുത്ത് മരുന്ന് വന്ന് ഇനി 20 തീയതി വരണം. 4 ഇഞ്ചക്ഷൻ അതിന്റെ ഡേറ്റ് കുറിച്ച് വന്നിട്ടുണ്ട്. വളർത്തുമൃഗങ്ങൾക്കും തെരുവുനായയുടെ കടിയേറ്റു. അരുവിനൂർ വിളക്കിഴക്കത്തിൽ ഗോപിനാഥൻ പിള്ള, ഉഷാരിയത്ത് മണിയമ്മ, അരുവിനൂർ വിളക്കിഴക്കത്തിൽ ഉണ്ണികൃഷ്ണപിള്ള എന്നിവർക്ക് സാരമായി പരിക്കേറ്റു. നായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റവർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി. തെരുവ് നായ്ക്കളുടെ ശല്യമാണ്. ഇന്നലെയാണെങ്കിൽ 4 പേരോളം പട്ടി കടിച്ച് അവരെ ഗുരുതരമായ അവസ്ഥയിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവരികയാണ്. വളരെ ഇതിന് അധികൃതർ വേണ്ടുന്ന നടപടികൾ എടുക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ശൂർനാട്. കൊല്ലം നിയമസഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി S ജയമോഹൻ ജില്ലാ പഞ്ചായത്ത് ഓഫീസിലെത്തി. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ R ലതാദേവിയുടെ ക്ഷണമനുസരിച്ചാണ് അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് ഓഫീസിലേക്ക് എത്തിയത്. നേരത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു S ജയമോഹൻ. കൊല്ലം നിയമസഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി S ജയമോഹനാണ് കൊല്ലം ജില്ലാ പഞ്ചായത്ത് ഓഫീസ് സന്ദർശിച്ചത്. തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്കിടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ R ലതാദേവിയാണ് ജില്ലാ പഞ്ചായത്ത് ഓഫീസിലേക്ക് ജയമോഹനെ ക്ഷണിച്ചത്. ഇതേ തുടർന്ന് അദ്ദേഹം ഓഫീസിൽ എത്തുകയും ഏറെ നേരം ചെലവഴിക്കുകയും ചെയ്തു. നേരത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു S ജയമോഹൻ. ഇക്കാലത്ത് നിരവധി മാതൃകാ പദ്ധതികൾ അദ്ദേഹം നടപ്പാക്കിയിരുന്നു. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ B ജയന്തി, SLV, ടി അജയൻ എന്നിവർ ചേർന്ന് ജയമോഹനെ സ്വീകരിച്ചു. CPIM കൊല്ലം ഏരിയ സെക്രട്ടറി ബേസിലാൽ, പുനലൂർ ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ഷ്യാം എന്നിവർ ജയമോഹനൊപ്പം ഉണ്ടായിരുന്നു. കൊല്ലം ജില്ലാ പഞ്ചായത്തിലെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായും പ്രസിഡന്റായിട്ടും ഇരുന്ന കാലത്തെ അനുഭവങ്ങൾ പൊതുപ്രവർത്തന രംഗത്തെന്നും മുതൽക്കൂട്ടായി മാറിയിട്ടുള്ള ഒന്നാണ്. അടുത്ത ഒരു മേഖലയിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിയോഗിക്കപ്പെട്ടപ്പോൾ 5 വർഷക്കാലം ജില്ലാ പഞ്ചായത്തിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചതിൻ്റെ അനുഭവ സമ്പത്ത് എല്ലാവരുമായി പങ്കുവയ്ക്കുമ്പോൾ തുടക്കം കുറിച്ച സ്ഥലത്ത് തന്നെ വന്ന് എല്ലാവരെയും കണ്ടിട്ട് തുടങ്ങാം എന്ന് നിശ്ചയിച്ചു.
ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ ഗതാദേവി എക്സ്-MLA ഇവിടെ വന്ന് കാണണം എന്ന് അഭ്യർത്ഥിക്കുകയും പ്രസിഡന്റിനെ കണ്ടിട്ട് തന്നെ തുടങ്ങണം എന്ന് എന്നോട് അഭ്യർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചുമതല നിർവഹിക്കുന്ന സഖാവ് ഗതാദേവി എക്സ്-MLA കാണാനും ഒപ്പമുള്ള മെമ്പർമാരെ ജീവനക്കാരും എല്ലാം ഒത്തുകൂടി അവരെല്ലാം പഴയകാല അനുഭവങ്ങൾ സന്തോഷം പങ്കുവച്ചത് ഒരാവേശമായി തന്നെ തോന്നുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പത്തനാപുരത്ത് UDF സ്ഥാനാർത്ഥി ജ്യോതികുമാർ ചാമക്കാല പ്രചാരണം ആരംഭിച്ചു. കുന്നിക്കോട്ടെ വ്യാപാരികളെയും വോട്ടർമാരെയും നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു. പത്തനാപുരം മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ജ്യോതികുമാർ ചാമക്കാല കുന്നിക്കോട് ടൗണിൽ പര്യടനം നടത്തിയാണ് വോട്ട് അഭ്യർത്ഥിച്ചത്. കുന്നിക്കോട്ടെ വ്യാപാരികളെയും വോട്ടർമാരെയും അദ്ദേഹം നേരിൽ കണ്ടു. ടൗണിലെ പ്രധാന വ്യാപാര സ്ഥാപനങ്ങളിലും കടകളിലും കയറി കുശലാന്വേഷണം നടത്തിയാണ് വോട്ട് അഭ്യർത്ഥന ആരംഭിച്ചത്. മണ്ഡലത്തിലെ വികസന മുരടിപ്പും ജനകീയ പ്രശ്നങ്ങളും ഉയർത്തിക്കാട്ടിയാണ് UDF വോട്ടർമാരെ സമീപിക്കുന്നത്. വരും ദിവസങ്ങളിൽ മണ്ഡലത്തിന്റെ മറ്റു ഭാഗങ്ങളിലും വോട്ട് അഭ്യർത്ഥിക്കുമെന്ന് സ്ഥാനാർത്ഥി പറഞ്ഞു. വോട്ടർമാരുടെ പിന്തുണ തനിക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നതായും മണ്ഡലത്തിൽ മാറ്റത്തിന്റെ കാറ്റാണ് വീശുന്നതെന്നും ജ്യോതികുമാർ ചാമക്കാല പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. വികസിത രാജ്യങ്ങളുടെ നിലവാരത്തിലേക്ക് കേരളത്തെ എത്തിക്കുക എന്ന ലക്ഷ്യവുമായി മുന്നേറുന്ന LDF സർക്കാരിന് തുടർച്ച അനിവാര്യമാണെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം പുത്തലത്ത് ദിനേശൻ. KGOA ജില്ലാ സമ്മേളനം കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസ് കോർപ്പറേറ്റ് നയങ്ങളെ പിന്തുടരുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. വികസിത രാജ്യങ്ങളുടെ നിലവാരത്തിലേക്ക് കേരളത്തെ എത്തിക്കുക എന്ന ലക്ഷ്യവുമായി മുന്നേറുന്ന സർക്കാരിന് തുടർച്ച അനിവാര്യമാണെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം പുത്തലത്ത് ദിനേശൻ. KGOAയുടെ കൊല്ലം ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. UDF ഭരണം വന്നാൽ 10 വർഷം നാം നേടിയ സകല വികസന നേട്ടങ്ങളും പിന്നോട്ടടിക്കുന്ന സ്ഥിതി ഉണ്ടാകുമെന്നും കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ കോർപ്പറേറ്റ് പ്രീണന നയങ്ങൾക്കെതിരെ രാജ്യത്താകമാനം പോരാടുന്നത് ഇടതുപക്ഷമാണെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് എന്നും കോർപ്പറേറ്റ് നയങ്ങൾക്കൊപ്പമാണ്. കോൺഗ്രസിനെ ജയിപ്പിക്കുക വഴി BJP സർക്കാരുകൾക്ക് വഴിയൊരുക്കുകയാണ് ഉണ്ടാവുക. സാമ്രാജ്യത്വ നയങ്ങളുടെ തിക്തഫലങ്ങൾ നമ്മുടെ അടുക്കളയിൽ വരെ എത്തി നിൽക്കുന്ന കാലഘട്ടമാണ് ഇതെന്നും പുത്തലത്ത് ദിനേശൻ പറഞ്ഞു. അത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഈ പുസ്തകത്തിനകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന കാര്യം നാം മനസ്സിലാക്കേണ്ടത്. മാർക്സിസവും അതിന്റെ ആശയങ്ങളും എല്ലാം കാലഹരണപ്പെട്ടുപോയി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഇത്. പകരം വംശീയതയുടെയും സ്വത്വ രാഷ്ട്രീയത്തിൻ്റെതുമായ ആശയങ്ങൾ നമ്മുടെ ലോകത്ത് പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലവുമാണ്. ഒരു സ്വത്വ രാഷ്ട്രീയം വെച്ചും ഒരു വർഗീയ വിശകലനം വെച്ചുകൊണ്ടും ലോകത്ത് ഇന്ന് നടക്കുന്ന സംഭവങ്ങളെ പറ്റി മനസ്സിലാക്കുക നമുക്ക് അസാധ്യമാണ്. എന്നാൽ ആധുനിക മുതലാളിത്വത്തെ കുറിച്ച് പഠിക്കുകയും അതിന്റെ ചലന നിയമങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്ത മാർക്സിന്റെയും അതുപോലെ ആ സിദ്ധാന്തങ്ങളും മനസ്സിലാക്കുമ്പോൾ ഇന്ന് നടക്കുന്ന ചലനങ്ങളെ കാണുവാനോ എങ്ങനെ മറികടക്കണം എന്ന് മനസ്സിലാക്കാനോ ഒരു ബുദ്ധിമുട്ടുണ്ടാകില്ല. മാർക്സ് പറഞ്ഞത് ലോകത്തിന്റെ ഇതുവരെയുള്ള സാമൂഹ്യ വളർച്ചയെ എല്ലാം അദ്ദേഹം പരിശോധിക്കുകയുണ്ടായി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ലോകത്ത് മറ്റ് എല്ലാ സാമൂഹ്യ വ്യവസ്ഥകളും, അത് പ്രാകൃത കമ്മ്യൂണിസം തൊട്ട് അടിമ കുടമ കാലം തൊട്ട് ജമ്മിത്വത്തിന്റെ കാലം തൊട്ട് എല്ലാം എടുത്ത് പരിശോധിച്ചാൽ ജില്ലാ പ്രസിഡന്റ് A. അജി അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി R. രാജേഷ്, ട്രഷറർ സീന ജെറോം, സംസ്ഥാന വൈസ് പ്രസിഡന്റ് PP സുധാകരൻ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം K. പ്രവീൺ, B. സുജിത്ത്, R. അരുൺകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഗ്രാമീണ മേഖലയിൽ കൂടുതൽ മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കിയതായി മന്ത്രി KN ബാലഗോപാൽ. കൊട്ടാരക്കരയിൽ വിവിധ റോഡുകളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ ആനുകൂല്യം 30 ലക്ഷം സ്ത്രീകൾക്ക് ലഭ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഗ്രാമീണ മേഖലയിൽ കൂടുതൽ മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കിയെന്ന് മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. തൃക്കണ്ണമംഗൽ IPC MC റോഡ് ഉദ്ഘാടനവും MC റോഡ്, അയണിമൂട്, മടന്തക്കോണ റോഡ്, മുക്കോട്, ഈയങ്കുന്ന് റോഡ് എന്നിവയുടെ നിർമ്മാണോദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കൊട്ടാരക്കര ഹൈടെക് മാർക്കറ്റ് ഉടൻ നാടിന് സമർപ്പിക്കും. സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ ആനുകൂല്യം 30 ലക്ഷം സ്ത്രീകൾക്ക് ലഭ്യമാക്കും. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചു. KSRTC ജീവനക്കാർക്ക് DA നൽകും. R. ബാലകൃഷ്ണപിള്ള സാംസ്കാരിക നിലയത്തിന്റെയും മുനിസിപ്പൽ ടൗൺ സ്ക്വയറിന്റെയും നിർമ്മാണം പുരോഗമിക്കുകയാണെന്നും മന്ത്രി വ്യക്തമാക്കി. 8 ലക്ഷം രൂപ അനുവദിച്ച MC റോഡിൽ നിന്നുള്ള ഒരു പുതിയ റോഡ്, അത് ഇതിനേക്കാളും വലിയ റോഡായിരിക്കും. ഈ BMBC ആണ്, അല്ലെ, കുറച്ചുകൂടെ കോൺക്രീറ്റ് അല്ല, നിർമ്മാണത്തിന് ചെറിയ വ്യത്യാസമുള്ള രീതിയാണ്. BMBC അല്ല, പക്ഷെ PWD സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള റോഡാണ്. ഇത് വരുമ്പോ ഇപ്പൊ തന്നെ തൊട്ടപ്പുറത്തുനിന്ന് കയറി പോകുന്ന റോഡ് അങ്ങ്
നെല്ലിക്കുന്നത്തേക്ക് കണക്ട് ചെയ്യാനും ഗാന്ധിമുക്കിലേക്കും നമ്മുടെ കോടതിയുടെ അവിടത്തേക്ക് പോകുന്ന റോഡുകൾ വളരെ നല്ല റോഡുകൾ ആ ഭാഗത്ത് വന്നിട്ടുണ്ട്. അവിടെയുള്ള ആളുകൾ പറയുന്നതിന് എയർപോർട്ട് റോഡെന്നാണ് ഇപ്പോൾ വിളിക്കുന്നത്. കാരണം സദാനന്ദപുരത്ത് കയറാൻ റോഡുണ്ട്, എയർപോർട്ടുണ്ട്. നല്ല നിലവാരത്തിലുള്ള റോഡുകളാണ്. പ്രത്യേകിച്ച് ഈ സ്ഥലമൊക്കെ കുറച്ച് താഴ്ന്നു കിടക്കുന്ന വെള്ളക്കെട്ട് ഉണ്ടാവുന്ന സ്ഥലങ്ങളായതുകൊണ്ട് റോഡുകൾ അപ്പുറത്തും ഇപ്പുറത്തുള്ള റോഡുകളൊക്കെ നന്നായിട്ട് പണിയണം. അതുകൊണ്ടായിരിക്കും കോൺക്രീറ്റ് റോഡായിട്ട് തന്നെ ഇവിടെ പണിയുന്നത്. അപ്പൊ ഈ റോഡുകൾ നാട്ടിൻപുറത്തെ കൊട്ടാരക്കരയിൽ ധാരാളം ചെറിയ റോഡുകളും സ്ഥലങ്ങളും ഉണ്ട്. മറ്റ് അടിസ്ഥാന സൗകര്യ വികസനത്തിന് ധാരാളം ഭൂമിയുണ്ട്. ആ വികസന കാര്യങ്ങൾ പറയണം. ഞാൻ അതിന്റെ കാര്യങ്ങളെപ്പറ്റി ഒന്നും സമയമെടുത്ത് പറയുന്നില്ല. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുമിച്ച് നിന്നാൽ ധാരാളം കാര്യങ്ങൾ ചെയ്യാം. അതുകൊണ്ട് ഈ മേഖലയിലെ യാത്രാ സൗകര്യം വളരെയേറെ വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ധാരാളം ആളുകൾ വരികയാണ് താമസിക്കാൻ. കൊട്ടാരക്കരയിൽ കൂടുതൽ വീടുകളുടെ ആവശ്യം വരുന്നു, കൂടുതൽ ഫ്ളാറ്റുകളുടെ ആവശ്യം വരുന്നു. കാരണം ഇവിടെയുള്ള ആളുകൾക്ക് പുതിയ ജോലി കിട്ടാനുള്ള പുതിയ സംവിധാനങ്ങൾ ധാരാളം വരുന്നു. അത് നമ്മുടെ ഈ ഗ്രാമീണ സ്വഭാവമുള്ള ഈ പട്ടണത്തെ, ചെറുപട്ടണത്തെ ശരിക്കും ഒരു നല്ല പട്ടണം എന്ന നിലയിലേക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ കിട്ടുന്ന, സാധാരണക്കാർക്ക് കൂടുതൽ മെച്ചപ്പെട്ട ജീവിതം കിട്ടുന്ന ഒരു നഗരമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനനുസരിച്ചിട്ട് നമുക്ക് കൂടുതൽ പശ്ചാത്തലം ഉണ്ടാക്കേണ്ടി വരും. മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ റോഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 40 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് IPC MC റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചത്. 68 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് MC റോഡ് അയണിമൂട് മടന്തക്കോണം മുക്കോട് ഈയംകുന്ന് റോഡുകൾ നിർമ്മിക്കുന്നത്. കൊട്ടാരക്കര നഗരസഭാ ചെയർപേഴ്സൺ അനിത ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി ചെയർപേഴ്സൺ A ഷാജു, ലീന ഉമ്മൻ, ആൻസിമോൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. അയോധ്യയിൽ രാമരക്ഷാ യന്ത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് മാതാ അമൃതാനന്ദമയി അയോധ്യയിലേക്ക് യാത്ര തിരിച്ചു. 19-നാണ് പ്രതിഷ്ഠാ ചടങ്ങ്. കായംകുളത്ത് നിന്നും പ്രത്യേക ട്രെയിനിലാണ് അമൃതാനന്ദമയി പുറപ്പെട്ടത്. അയോധ്യ ക്ഷേത്രത്തിൽ രാമരക്ഷയന്ത്ര പ്രതിഷ്ഠ നിർവഹിക്കുന്നതിനായാണ് അമൃതാനന്ദമയി അയോധ്യയിലേക്ക് യാത്ര തിരിച്ചത്. ഈ മാസം 19-നാണ് പ്രതിഷ്ഠാ ചടങ്ങ്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവും പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കും. കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പ്രത്യേക ട്രെയിനിലാണ് അമൃതാനന്ദമയി അയോധ്യയിലേക്ക് പുറപ്പെട്ടത്. മുതിർന്ന സന്യാസ ശിഷ്യരും 1000-ഓളം ആശ്രമ അന്തേവാസികളും അമൃതാനന്ദമയിയെ അനുഗമിച്ചു. ക്ഷേത്രത്തിന്റെ 2-ാം നിലയിലാണ് രാമരക്ഷായന്ത്ര പ്രതിഷ്ഠ. വിശിഷ്ട വ്യക്തികൾ പങ്കെടുക്കുന്ന ചടങ്ങിലേക്ക് പ്രതിഷ്ഠാ കർമ്മം നിർവഹിക്കാനായി എത്തുന്ന അമൃതാനന്ദമയിയെ ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത്ത് റായി, ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റ് നിർമ്മാണ സമിതി അധ്യക്ഷൻ നിവേന്ദ്ര മിശ്ര തുടങ്ങിയവർ ചേർന്ന് സ്വീകരിക്കും. പരിപാടികൾക്ക് ശേഷം 22-ന് അമൃതപുരിയിൽ മടങ്ങിയെത്തും. ന്യൂസ് ബ്യൂറോ, ഊച്ചിറ. ഡോക്ടർ വന്ദനദാസ് കൊലക്കേസിൽ പ്രതി സന്ദീപ് കുറ്റക്കാരനാണെന്ന് കോടതി. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയാണ് സന്ദീപ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത്. ശിക്ഷ വ്യാഴാഴ്ച വിധിക്കും. ഡോക്ടർ വന്ദനദാസ് കൊലക്കേസിലാണ് പ്രതി സന്ദീപ് കുറ്റക്കാരനാണെന്ന് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തിയത്. ശിക്ഷ വ്യാഴാഴ്ച വിധിക്കും. കേസിൽ 70-ലധികം സാക്ഷികളെയാണ് വിസ്തരിച്ചത്. 22 തൊണ്ടിമുതലുകളും 207 രേഖകളും ഹാജരാക്കി. സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് പ്രതാപ് ജി പടിക്കലാണ് പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായത്. തീർച്ചയായും ഈ കേസിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, കൊല ചെയ്യപ്പെട്ട വ്യക്തി ഒരു പാവപ്പെട്ട ഒരു ഹെൽപ്ലെസ് ഈ സഹായിക്കാൻ വേണ്ടി വന്ന ഒരു സ്ത്രീയാണ്. വെളുപ്പിനെ 4 മണിക്ക് സ്വന്തം ആശുപത്രിയിൽ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്ന ഒരു ഡോക്ടർ, തനിക്ക് മുമ്പിൽ വന്ന ഒരു പേഷ്യന്റിനെ ചികിത്സിക്കുന്നതിൽ ഏർപ്പെട്ടിരിക്കുന്ന ഡോക്ടർ, ആ ഡോക്ടറെ തന്നെ ആ പേഷ്യന്റ് കൊലപ്പെടുത്തുക എന്ന് പറയുമ്പോൾ അത് അപൂർവങ്ങളായി എത്തേണ്ടതാണ്, അല്ലെങ്കിൽ കണക്കൂട്ടേണ്ടതാണ് എന്നുള്ള വാദമാണ് പ്രോസിക്യൂഷനുള്ളത്. രണ്ടാമത്, ഇപ്രകാരം ഒരു കുറ്റകൃത്യം നടത്തുന്നതിന് വേണ്ടി പ്രതി തിരഞ്ഞെടുത്ത വേദി, അതും ഈ കേസിനകത്ത് പ്രത്യേകമായി ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. കാരണം ഒരു ഹോസ്പിറ്റൽ തന്നെ ഇപ്രകാരം ഒരു വലിയ കുറ്റകൃത്യത്തിന് വേദിയായി കണ്ടെടുത്ത അല്ലെങ്കിൽ തിരഞ്ഞെടുത്ത ആ പ്രതിയുടെ പ്രവൃത്തിയും അപൂർവത്തിന്റെ പരിധിയിൽ വരുന്നത് തന്നെയാണ്. കേസ് അന്വേഷിച്ചത് ക്രൈംബ്രാഞ്ച് DYSP MM ജോസ് ആയിരുന്നു. നിസ്സഹായ ഒരു പെൺകുട്ടിയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ ഈ കേസിൽ പ്രോസിക്യൂഷനും പോലീസും ഒത്തുചേർന്ന് വളരെ ഇണക്കത്തോടെ ഈ ശ്രമകരമായ ഈ പ്രയത്നത്തെ ബഹുമാനപ്പെട്ട കോടതി അംഗീകരിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇതിന് പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് ഹാജരായ പ്രതാപ് പടിക്കൽ സാറ് വളരെയധികം അഹോരാത്രം അദ്ദേഹത്തിന്റെ ടീമും വളരെയധികം പ്രയത്നിച്ചു എന്നുള്ളതിന് തെളിവാണ് ഇന്നത്തെ ഈ കോടതിയുടെ ഈ കണ്ടെത്തലുകൾ. കാരണം ഇത് വളരെയധികം ചലഞ്ചിങ് ആയ ഒരു കേസായിരുന്നു. പോലീസ് സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഒരു മോട്ടീവ് ഇല്ലാതെ ഒരു പെൺകുട്ടിയെ ഒരു പ്രതി കൊലപ്പെടുത്തുമ്പോൾ അതിലേക്ക് തെളിവുകൾ ശേഖരിക്കുക എന്ന് വളരെ ശ്രമകരമായിരുന്നു. ഇതിലേക്ക് കൊല്ലം ജില്ലാ ക്രൈംബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥ നിലയ്ക്ക് എന്നെ ചുമതലപ്പെടുത്തി എന്റെ മേലുദ്യോഗസ്ഥർ അർപ്പിച്ച വിശ്വാസവും എന്റെ കൂടെ ഉണ്ടായിരുന്ന ടീമിന്റെ വളരെ ശ്രമകരമായ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രയത്നത്തിന്റെ ഫലമാണ് നമ്മൾ ഇന്നിവിടെ കാണുന്നത്.
2023 മെയ് 10 കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ വന്ദനാദാസിനെ സന്ദീപ് ക്രൂരമായി ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. 3 വർഷം നീണ്ട കോടതി നടപടികൾക്ക് ഒടുവിലാണ് വിധി. കുടവട്ടൂർ സ്വദേശി സന്ദീപിനെ പൂയപ്പള്ളി പോലീസ് വൈദ്യപരിശോധനയ്ക്കായാണ് ആശുപത്രിയിൽ എത്തിച്ചത്. ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് മുറിവ് കെട്ടുന്നതിനിടെ അക്രമാസക്തനായ ഇയാൾ അവിടെ ഉണ്ടായിരുന്ന സർജിക്കൽ കത്രിക കൈക്കലാക്കി പോലീസുകാരെയും കൂടെ വന്നയാളെയും ആക്രമിച്ചു. മറ്റുള്ളവർ ഓടി മാറിയപ്പോൾ ഹൗസ് സർജനായിരുന്ന ഡോക്ടർ വന്ദനാദാസിന് രക്ഷപ്പെടാനായില്ല. വന്ദനയെ തടഞ്ഞു നിർത്തി നെഞ്ചിലും മുതുകിലും കഴുത്തിലുമായി പലതവണ കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. അധികം വൈകാതെ മരണവും സംഭവിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. UDF സ്ഥാനാർത്ഥി ഷിബു ബേബി ജോണിന് സ്വീകരണം നൽകി. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ ചവറയിലെത്തിയ ഷിബു ബേബി ജോണിനാണ് UDF നിയോജക മണ്ഡലം കമ്മിറ്റി സ്വീകരണം നൽകിയത്. RSPയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ ചവറയിലെത്തിയ UDF സ്ഥാനാർത്ഥി ഷിബു ബേബി ജോണിനാണ് UDF നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചവറ ബസ് സ്റ്റാൻഡിൽ സ്വീകരണം നൽകിയത്. നേതാക്കളും പ്രവർത്തകരും അണിനിരുന്ന പ്രകടനത്തിനൊപ്പം ഷിബു ബേബി ജോണും ചേർന്നു. ചവറയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം തട്ടാശ്ശേരി ജംഗ്ഷനിൽ സമാപിച്ചു. ഐക്യജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും ശക്തമായ മണ്ഡലങ്ങളിലൊന്നാണ് ചവറയെങ്കിലും കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ നിർഭാഗ്യകരമായി ഐക്യജനാധിപത്യ മുന്നണിക്ക് ഈ സീറ്റ് നഷ്ടപ്പെട്ടു. അതിൻ്റെ കാരണം ഞങ്ങൾ വിലയിരുത്തിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന് അവർ തയ്യാറാകാതെ അരാഷ്ട്രീയമായി ഈ പോരാട്ടം കൊണ്ടുപോകാൻ ശ്രമിച്ചതാണ് പരാജയ കാരണം. ഇന്നലെയും CPMന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള കെൽപ്പ് അവർക്ക് ചവറയിലില്ല എന്നാണ് ഇന്നലെ തെളിയിച്ചത്. RSPയുടെ കുടുംബ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടുള്ള സ്ഥാനാർത്ഥികളെ 2 തവണയായിട്ട് മത്സരിപ്പിച്ച് അത് വിജയം നേടി. അതുകൊണ്ട് ഇത്തവണ അത് ആവർത്തിക്കുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നതെങ്കിൽ അത് ചവറ മണ്ണിൽ നടക്കില്ല. ഐക്യജനാധിപത്യ മുന്നണി പോരാട്ടം, രാഷ്ട്രീയ പോരാട്ടം, കേരളം ആര് ഭരിക്കണമെന്നുള്ള പോരാട്ടം UDFും LDFുമുള്ള രാഷ്ട്രീയ പോരാട്ടമായി തന്നെ ഇത് കണ്ടുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. ആ രാഷ്ട്രീയ പോരാട്ടത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ കരുത്തിനൊത്ത വിജയം ഈ മണ്ണിലുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. UDF നിയോജകമണ്ഡലം ചെയർമാൻ കോലത്ത് വേണുഗോപാൽ, കൺവീനർ ജസ്റ്റിൻ ജോൺ, സെക്രട്ടറി പൊന്മന നിശാന്ത, സന്തോഷ് തുപ്പാശ്ശേരി, ചവറ ഗോപകുമാർ, കോഞ്ചേരിൽ ശംസുദ്ദീൻ, ചക്കിനാൽ സനൽ, R ജയകുമാർ, മേച്ചേഴത്ത് ഗിരീഷ്, AM സാലി, CP സുധീഷ് കുമാർ, C ഉണ്ണികൃഷ്ണൻ, സക്കീർ ഹുസൈൻ, കോക്കാട്ട് റഹീം, വാദയിൽ അസീസ്, ഷംല നൌഷാദ്, S അനിൽ, B ശിവലാൽ, അംബികാദേവി, I ജയലക്ഷ്മി, കിണറുവിള സലാഹുദ്ദീൻ, ശരത് പട്ടത്താനം, അനന്തൻ പന്മന, മനോജ് പന്താവിള, സിയാദ് കോയിവിള, S ശാലിനി, R ജിജി, സുനിത തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചവറ. കോൺഗ്രസ് വിട്ട് BJPയിൽ ചേർന്ന തൊടിയൂർ രാമചന്ദ്രന് സ്വീകരണം നൽകി. BJP കരുനാഗപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം. താൻ ആരുടെയും പെട്ടിതൂക്കിയ നേതാവായ ആളല്ലെന്നും അവഗണന സഹിക്കാൻ വയ്യാതെയാണ് പാർട്ടി വിട്ടതെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് വിട്ട് BJPയിൽ ചേർന്ന KPCC സെക്രട്ടറി തൊടിയൂർ രാമചന്ദ്രനാണ് BJP കരുനാഗപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകിയത്. കരുനാഗപ്പള്ളി നാഥനില്ല കളരിയായിരിക്കുകയാണെന്നും MLA പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ലാതെ ഒറ്റയാൾ പ്രകടനം നടത്തുകയാണെന്നും രാമചന്ദ്രൻ പറഞ്ഞു. താൻ ആരുടെയും പെട്ടിതൂക്കി നേതാവായ ആളല്ല. പാർട്ടിയുടെ കടുത്ത അവഗണന സഹിക്കാൻ വയ്യാതെയാണ് പാർട്ടി വിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് ഈ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള NDA ഗവൺമെന്റ് അധികാരം ഏറ്റെടുത്തതിന് ശേഷം നമ്മുടെ രാജ്യത്തിനുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ വളരെ വലുതാണ് എന്ന് കാണുവാൻ നമുക്ക് ഏവർക്കും കഴിയും. ഇപ്പോഴത്തെ മുദ്രാവാക്യം എന്താണ് നമ്മുടെ മുദ്രാവാക്യം? വികസിത ഇന്ത്യ, വികസിത കേരളം. ഞാൻ ഒന്നുകൂടി കൂട്ടിച്ചേർക്കുന്നു, വികസിത കരുനാഗപ്പള്ളി. അതിന് നേതൃത്വം കൊടുക്കുവാൻ ശക്തനും പ്രാപ്തനും ജനമനസ്സുകളിലേക്ക് ഓടിയെത്തുവാൻ പര്യാപ്തമായ ഐശ്വര്യമുള്ള ഒരു മുഖമാണ് എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ തിരിച്ചേർക്കുന്നത്. മഹാരാഷ്ട്ര മുൻ എംപിയും കരുനാഗപ്പള്ളിയിലെ തെരഞ്ഞെടുപ്പ് ഇൻചാർജുമായ ഡോക്ടർ സുജയ് പാട്ടീൽ, NDA സ്ഥാനാർത്ഥി VS ജിതിൻ ദേവ, മാലുമേൽ സുരേഷ്, R മുരളി എന്നിവർ ചേർന്ന്
തൊടിയൂർ രാമചന്ദ്രനെ സ്വീകരിച്ചു. Number 27, 3 people. My person will go to that every house of those 3 people and ask him how many houses you have covered. They will not let you sleep till the time you have completed the houses. Whatever you have covered, 30 houses, show us 30 houses. So I am here to trouble you, but it is for the party's good. We have a good chance of winning. We have to fight very strongly. കരുനാഗപ്പള്ളിയുടെ ചരിത്രത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യം കാഴ്ചവെക്കുന്ന ഏറ്റവും ശക്തമായ മത്സരത്തിന് ടീം NDA കരുനാഗപ്പള്ളി നമ്മൾ ഈ ടീം നേതൃത്വം കൊടുക്കും. നമുക്കിടയിൽ പഠനപഠനങ്ങളില്ല, നമുക്കിടയിൽ തർക്കങ്ങളില്ല, നമുക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളില്ല. നമുക്കിടയിൽ ആകെയുള്ളത് ഒരേ അഭിപ്രായവും ഒരേ ലക്ഷ്യവും മാത്രമാണ്. ആ ലക്ഷ്യം താമര വിരിയിക്കാനുള്ള ലക്ഷ്യം മാത്രമാണ്. ശാലിനി രാജീവ്, ശംഭു, കുട്ടൻ ശാന്തി, രഞ്ജിത്ത, സതീഷ് ദേവനത്ത്, മഹേഷ് പണിക്കർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പ്രധാന വാർത്തകൾ വീണ്ടും. SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നും അയോഗ്യനാക്കിയതിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി വെള്ളാപ്പള്ളി നടേശൻ. തുടർച്ചയായി റിട്ടേൺ സമർപ്പിച്ചില്ല എന്ന സിംഗിൾ ബെഞ്ചിന്റെ കണ്ടെത്തലിൽ തെറ്റുണ്ടെന്നും അയോഗ്യത നിലനിൽക്കില്ലെന്നും വെള്ളാപ്പള്ളി. അപ്പീൽ അടിയന്തരമായി പരിഗണിക്കണമെന്ന വെള്ളാപ്പള്ളിയുടെ ആവശ്യം ഹൈക്കോടതി തള്ളി. ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസ് പ്രതി സന്ദീപ് കുറ്റക്കാരനാണെന്ന് കോടതി. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയാണ് സന്ദീപ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത്. ശിക്ഷ വ്യാഴാഴ്ച. തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ച UDF. കൊല്ലത്ത് ബിന്ദു കൃഷ്ണയുടെ റോഡ് ഷോ, പത്തനാപുരത്ത് പ്രചാരണം തുടങ്ങി ജ്യോതികുമാർ ചാമക്കാല. ചവറയിൽ ഷിബു ബേബി ജോണിന് സ്വീകരണം. കോൺഗ്രസ് വിട്ട് BJPയിൽ ചേർന്ന തൊടിയൂർ രാമചന്ദ്രന് സ്വീകരണം. BJP കരുനാഗപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം. താൻ ആരുടെയും പെട്ടിതൂക്കി നേതാവായ ആളല്ലെന്ന് തൊടിയൂർ രാമചന്ദ്രൻ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.